ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാനുള്ള സാഹചര്യം വേണം അല്ലേ? നിങ്ങൾക്ക് സാഹചര്യമുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകും, നമുക്ക് വീട്ടു ജോലികൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വീട്ടു ജോലി ചെയ്യുമ്പോൾ ആ സമയത്ത് തന്നെ പറയുക, ഞാൻ ഇന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പറയുക. നിങ്ങൾ ഈ ഓരോ വാചകങ്ങളുണ്ടല്ലോ അത് നിങ്ങൾ എഴുതി ഒരു പേപ്പറിൽ ഒട്ടിച്ച് നിങ്ങളുടെ പല സ്ഥലങ്ങളിലും വീടിനകത്ത് വെക്കുക. നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ പറയാം, ഞാൻ ഇന്ന പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിത് വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് നിത്യജീവിതത്തിൽ ആവശ്യമുള്ള ഇംഗ്ലീഷാണ് നമ്മൾ പഠിക്കുന്നത്. 100 ദിവസത്തെ പദ്ധതിയാണ്, അതിൻ്റെ 23ാമത്തെ ദിവസമാണ്. ഞാൻ എന്നും പറയുന്നത് തന്നെ നിങ്ങളിത് ലൈക്കും ചെയ്യേണ്ട, സബ്സ്ക്രൈബും ചെയ്യേണ്ട, പഠിച്ചാൽ മാത്രം മതി. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ആദ്യമായിട്ട് നമുക്ക് ചോദിക്കണം, നീ ഇപ്പോഴെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം? അത് ചോദിച്ചു കഴിയുമ്പോഴാണല്ലോ അതിന് മറുപടി വരുന്നത് അല്ലേ? അപ്പോൾ വാട്ട് ആർ യു ഡൂയിങ് റൈറ്റ് നൗ? നീ ഇപ്പോഴെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വാട്ട് ആർ യു ഡൂയിങ് റൈറ്റ് നൗ? അപ്പം നമുക്ക് പറയാം, പല കാര്യങ്ങൾ പറയാം അല്ലേ? ഐ എം ക്ലീനിങ് ദ കിച്ചൺ. ഞാൻ എന്താണ്? അടുക്കള വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഐ എം ക്ലീനിങ് ദ കിച്ചൺ. ഐ എം ഡൂയിങ് ദ ഡിഷസ്. നമ്മളെല്ലാവരും ചെയ്യുന്നല്ലേ? പാത്രം കഴുകുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഐ എം ഡൂയിങ് ദ ഡിഷസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പാത്രം കഴുകുന്ന സമയത്ത് എന്ത് പറയണം? മനസ്സിൽ പറയണം, ഐ എം ഡൂയിങ് ദ ഡിഷസ്. ഐ എം ഡൂയിങ് ദ ഡിഷസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, വാഷിംഗ് എന്ന് പറയത്തില്ലേ? തീർച്ചയായിട്ടും പറയാം. പക്ഷേ സാധാരണ ഇംഗ്ലീഷുകാരൊക്കെ പറഞ്ഞാൽ ഐ എം ഡൂയിങ് ദ ഡിഷസ് എന്നാണ്. നിങ്ങൾ വേണമെങ്കിൽ ഐ എം വാഷിംഗ് ദ ഡിഷസ് എന്ന് പറയാം. പക്ഷെ നമ്മളെപ്പോഴും നല്ല ഇംഗ്ലീഷ് പഠിക്കുന്നതാണ് നല്ലതല്ലേ? ഐ എം വാട്ടറിങ് മൈ പ്ലാന്റ്സ്. നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം വാട്ടറിങ് മൈ പ്ലാന്റ്സ്. ഐ എം ക്ലീനിങ് ദ കിച്ചൺ. ഐ എം ഡൂയിങ് ദ ഡിഷസ്. ഐ എം വാട്ടറിങ് മൈ പ്ലാന്റ്സ്. ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഐ എം പ്രിപ്പയറിങ് മൈ മീൽ. അപ്പം നിങ്ങൾ ഈ മീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ സാധാരണ നമ്മൾ ഈ ഹോട്ടലിന് മുമ്പിലൊക്കെ മീൽസ് റെഡി എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ മീൽ എന്ന് പറഞ്ഞാൽ ഊണെന്നല്ലേ എൻ്റെ അർത്ഥം അല്ലേ? അതാണല്ലോ, കാരണം ഊണിൻ്റെ സമയത്താണ് അപ്പോഴത്തെ ഊണ് റെഡി എന്ന് എഴുതി വെക്കാറുണ്ടല്ലോ അല്ലേ? സത്യത്തിൽ മീൽ എന്നുള്ളതിന് ഭക്ഷണം എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. അല്ല, നമ്മളിപ്പോൾ അങ്ങ് പറഞ്ഞ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നേ ഉള്ളൂ അല്ലേ? അപ്പോഴ നമ്മളിപ്പോൾ ഊണ് റെഡി, അതല്ല ഉച്ചഭക്ഷണം റെഡി എന്നുള്ളത് ലഞ്ച് റെഡി എന്നുള്ളതായിരിക്കും അല്ലേ കറക്റ്റ്? ഇനിയിപ്പോഴും ഐ എം പ്രിപ്പയറിങ് ദ മീൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐ എം പ്രിപ്പയറിങ് മൈ മീൽ. ഐ എം ക്ലീനിങ് അപ്പ് ദി മെസ് ഇൻ മൈ റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ അലങ്കോലമായിട്ട് കിടക്കണം. മെസ് എന്ന് പറഞ്ഞാൽ അലങ്കോലമായിട്ട് കിടക്കുക. അതെന്താണ്? ഐ എം ക്ലീനിങ് അപ്പ് ദ മെസ് ഇൻ മൈ റൂം. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളിതെല്ലാം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് അല്ലേ പറഞ്ഞത്? കാരണം എന്താണ്? ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ എങ്ങനെ പറയണം നമ്മൾ പറഞ്ഞത്? അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയണം എന്നാണ് നമ്മൾ പഠിച്ചതല്ലേ? അപ്പോഴും നിങ്ങൾ ചോദിക്കുമ്പോൾ ഗ്രാമർ പഠിപ്പിക്കും? ഒരിക്കലുമല്ല. നമ്മൾ ഗ്രാമറെല്ലാം പഠിച്ചു കഴിഞ്ഞാണല്ലേ? അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ കോഴ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റിൻ തോമസ് ഇംഗ്ലീഷ് ചാപ്റ്റർ 1 എന്ന് നമ്മൾ യൂട്യൂബിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 1ാമത്തെ ചാപ്റ്റർ മുതലുള്ള പാഠങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അത്യാവശ്യമുള്ള ഗ്രാമറൊക്കെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. എല്ലാം ഒന്നുമില്ല, നമുക്കെല്ലാം ആവശ്യമില്ല. നിങ്ങൾ എന്നോട് ചോദിക്കണേ എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചാൽ എനിക്ക് പോലും അറിയത്തില്ല. അപ്പോൾ തീർച്ചയായും അത്യാവശ്യമുള്ള മാത്രം മതി. ഐ എം പ്രാക്ടീസിങ് ഇംഗ്ലീഷ് അല്ലേ? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഐ എം പ്രാക്ടീസിങ് മൈ ഇംഗ്ലീഷ്. ഐ എം റീഡിങ് എ ബുക്ക്. ഞാൻ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം ഹാവിങ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞതാണ് അല്ലേ? ബ്രേക്ക് ഫാസ്റ്റ് എന്നല്ല പറയേണ്ടത്, ബ്രേക്ക് ഫാസ്റ്റ്. ഇനി ഐ എം ഹാവിങ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഐ എം ഹാവിങ് എ കാർ എന്ന് പറയാം അല്ലേ? ഈ ഹാവിങ് ഈ ഹാവിന് 2 അർത്ഥമുണ്ട്. ഒന്ന് ഉണ്ടായിരിക്കുക എന്നുള്ളൊരു അർത്ഥമുണ്ട്, ഐ ഹാവ് എ കാർ. ഇനി ING സാധാരണ ചേർക്കുന്നത് കഴിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഐ എം ഹാവിങ് മൈ മീൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐ എം ഹാവിങ് മൈ കാർ എന്ന് പറഞ്ഞാലോ ഇപ്പം ഞാൻ കാറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, ഐ ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ ഷീ ഹാസ് എ കാർ അല്ലേ? ഷീ ഹാസ് എ കാർ. അപ്പോൾ അവളെ വന്നത് കൊണ്ടാണ് നമ്മൾ സിംഗുലർ, ഒരാളുള്ളത് കൊണ്ടാണ് എന്താ ഷീ ഹാസ് എ കാർ. അവൾക്കൊരു കാറുണ്ട്. ഞങ്ങൾക്കൊരു കാറുണ്ടെന്ന് എങ്ങനെ പറയും? വി ഹാവ് എ കാർ. വി ഹാവ് എ കാർ. ഐ എം ലേണിംഗ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എം പ്രാക്ടീസിങ് ഇംഗ്ലീഷ്. ഐ എം റീഡിങ് എ ബുക്ക്. ഐ എം ഹാവിങ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഐ എം ലേണിംഗ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഇപ്പോൾ ഹാവിങ്ങിന് പകരം അവിടെ ഈറ്റിംഗ് എന്ന് കൊടുക്കാവും. തീർച്ചയായിട്ടും പറയാം ഐ എം ഈറ്റിംഗ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. ഐ എം ടേക്കിംഗ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. പക്ഷേ ഏറ്റവും നല്ലത് ഹാവിങ് തന്നെയാണ്. ടേക്ക് തീർച്ചയായിട്ടും പറയാം. അപ്പോൾ നമ്മൾ ഈ രാവിലെ വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി, ഇപ്പോഴും നമ്മൾ ഫ്ലാറ്റിലേക്കാണ് താമസിക്കുന്നത്, അപ്പാർട്ട്മെന്റിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേസ്റ്റ് കൊണ്ടുപോയി പുറത്ത് പോകും അല്ലേ? ഒരു കൂടിനകത്താക്കി ഐ എം ടേക്കിംഗ് ഔട്ട് ദ ട്രാഷ് എന്ന് പറയാം. ഈ ട്രാഷിന് വേണ്ടി നമുക്ക് ഗാർബേജ് എന്ന് പറയാം, അല്ലെങ്കിൽ റബ്ബിഷ് എന്ന് പറയാം.
ഇതെല്ലാം ഒന്ന് തന്നെയാണ്, പല സ്ഥലങ്ങളിലും പല രീതിയിൽ പറയുന്നു. ഐ എം ടേക്കിംഗ് ഔട്ട് ദി റബിഷ്. ഐ എം സ്വീപ്പിംഗ് ആൻഡ് മോപ്പിംഗ് ദ കിച്ചൺ ഫ്ലോർ. ഞാൻ അടിച്ചു വാരുകയും അതുപോലെ തന്നെ തൂക്കുക അല്ലെ, നമ്മൾ മോപ്പ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ വെള്ളം ഉപയോഗിച്ച് തൂക്കത്തില്ലേ, അതിനാണ് മോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന ആ ഉപകരണത്തിന് നമ്മൾ മോപ്പ് എന്നാണ് പറയുന്നത് അല്ലേ. ഐ എം സ്വീപ്പിംഗ് ആൻഡ് മോപ്പിംഗ് ദ കിച്ചൺ ഫ്ലോർ. ഐ എം സ്ക്രബിംഗ് മൈ കിച്ചൺ സിങ്ക്. ഈ സിങ്ക് എന്ന് പറഞ്ഞാൽ, കിച്ചൺ സിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സാധാരണ നമ്മുടെ ഈ പൈപ്പിനടിയിലുള്ള ഒരു പാത്രം ഉണ്ടല്ലോ, അതിൻ്റെ അകത്തോടാണല്ലോ വെള്ളം താഴോട്ട് പോകുന്നത് അല്ലേ, അതിനാണ് സിങ്ക് എന്ന് പറയുന്നത്. സ്ക്രബ് ചെയ്യുന്ന എന്താണ്, ഈ ഉരച്ച് കഴുകുന്നതിനാണ് സ്ക്രബിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഉരച്ച് കഴുകുന്ന സാധനത്തിന് നമ്മൾ സ്ക്രബ് എന്നാണ് പറയുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയത് സ്ക്രബാണ് അല്ലേ. ഐ എം സ്ക്രബിങ് മൈ കിച്ചൺ സിങ്ക് അല്ലെങ്കിൽ കിച്ചൺ ഫ്ലോർ. നമ്മൾ അവിടെ ഉരച്ച് കഴുകിക്കൊണ്ടിരിക്കും. ഐ എം മേക്കിംഗ് മൈ ബെഡ്. ഞാൻ എൻ്റെ ബെഡ് വിരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്നല്ല അർത്ഥം. അപ്പോൾ നമ്മൾ അതേ രീതിയിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബെഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്നുള്ള അല്ലേ. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല അർത്ഥം. ഞാൻ എൻ്റെ ബെഡൊക്കെ വിരിച്ച് വൃത്തിയാക്കി വെക്കുന്നു, അതിനാണ് മേക്കിംഗ് ദ ബെഡ് എന്ന് പറയുന്നത്. ഐ എം മേക്കിംഗ് മൈ ബെഡ്. ഐ എം ചേഞ്ചിങ് ദ ബെഡ്ഷീറ്റ്. ബെഡ്ഷീറ്റ് മാറുകയാണ്. ഐ എം വൈപ്പിംഗ് ദ ടേബിൾ. തൂത്ത് വൃത്തിയാക്കുക അല്ലെ, തുടച്ച് വൃത്തിയാക്കുന്ന. വൈപ്പിംഗ് ദ ഫോൾഡിങ് ദ ക്ലോത്ത്സ് അല്ലെങ്കിൽ ഐ എം അയണിങ് ദ ക്ലോത്ത്സ്. മടക്കി വെക്കുന്നു അല്ലെങ്കിൽ തേക്കുന്നു. ഐ എം അയണിങ് മൈ ക്ലോത്ത്സ്. ഐ എം ഡീപ് ക്ലീനിങ് ദ ബാത്റൂം. ശ്രദ്ധിക്കുക, ഇവിടെ ഐ എം എന്നുള്ളത് നിങ്ങൾ അങ്ങ് ചേർത്തു. ഞാൻ അതെന്താണ്, വളരെ കാര്യമായിട്ട് വൃത്തിയാക്കുന്നതിനാണ് ഡീപ് ക്ലീനിങ് എന്ന് പറയുന്നത് അല്ലേ. ഐ എം ഡീപ് ക്ലീനിങ് ദി ബാത്റൂം. ഐ എം ഡീപ് ക്ലീനിങ് ദ ഫ്ലോർസ്. തറ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്കത് ഉപയോഗിക്കാം. ഐ എം പ്രൂണിങ് ദ ട്രീസ്. ഈ പ്രൂൺ ചെയ്യുന്നത് നമ്മൾ വെട്ടി ഒരുക്കുന്നതിനാണ് പ്രൂണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഐ എം പ്രൂണിങ് ദ ട്രീസ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഐ എൻ ചേർത്ത് അല്ലേ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയതാണ് നമ്മൾ ഐ എൻ ചേർത്ത്. ഐ എം പ്രൂണിങ് ദ ട്രീസ്. ഐ എം ഫീഡിങ് ദ ക്യാറ്റ്. ഐ എം ഫീഡിങ് ദ ക്യാറ്റ്. ഇപ്പോൾ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഐ എം ഫീഡിങ് ദ ക്യാറ്റ്. ഐ എം ഫീഡിങ് മൈ ക്യാറ്റ്, എൻ്റെ പൂച്ചയ്ക്ക് അല്ലേ. ഐ എം ഡ്രൈവിംഗ് ടു ഓഫീസ്. ഇപ്പോൾ ഡ്രൈവിംഗ്, ഞാൻ ഓഫീസിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ എം വാക്കിംഗ് ടു ഓഫീസ്. ഓഫീസിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നങ്ങനെ പറയാൻ പറ്റും. നമ്മുടെ ഇത് ചോദ്യം തന്നെ ചോദിക്കുകയാണ്, വാട്ട് ആർ യു ഡൂയിങ് റൈറ്റ് നൗ? നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഒന്നും ചെയ്യുന്നില്ല. നത്തിങ്, നത്തിങ് മച്ച്, നോട്ട് മച്ച്. ഇതിനെല്ലാം അർത്ഥം എന്താണ്? ഒരു പരിപാടിയില്ല, ചുമ്മാ ഇരിക്കുകയാണെന്നുള്ളതാണ് അവിടെ അർത്ഥം. വാട്ട് ആർ യു ഡൂയിങ് റൈറ്റ് നൗ? നത്തിങ്, നത്തിങ് മച്ച്, നോട്ട് മച്ച്. ഇനി നമുക്ക് ചോദിക്കണം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ, എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ എന്നുള്ളത് എങ്ങനെ ചോദിക്കാം? ക്യാൻ യു ഹെൽപ്പ് മീ ടു? അവിടെ നമ്മൾ അതിന് ടൂവിന് ശേഷം ഐ എൻ ജി ചേർക്കരുത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ആ അയണിങ്ങിൻ്റെ അകത്തെ ആ ഐ എൻ ജി അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ കാര്യം റെഡിയായി. എങ്ങനെ പറയാം? ക്യാൻ യു ഹെൽപ്പ് മീ ടു അയൺ ദ ക്ലോത്ത്സ്? എന്നെ പിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ, അല്ലെ അതൊന്ന് ചെയ്യാവോ എന്ന് അർത്ഥം അല്ലേ. ക്യാൻ യു ഹെൽപ്പ് മീ ടു ഡു ദ ഡിഷസ്? ക്യാൻ യു ഹെൽപ്പ് മീ ടു ക്ലീൻ ദ ഫ്ലോർസ്? നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി പൊളൈറ്റ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ വേറെ രീതി ചോദിക്കാം. എങ്ങനെയാണ്? വുഡ് യു പ്ലീസ് പ്രൂൺ ദ ട്രീസ്? നീ ദയവായിട്ട് ആ മരമൊക്കെ ഒന്ന് വെട്ടി ഒരുക്കാവോ, ആവശ്യമില്ലാത്ത ചില്ലയൊക്കെ കണ്ടിച്ച് കളഞ്ഞ. വുഡ് യു പ്ലീസ് പ്രൂൺ ദ ട്രീസ്? വുഡ് യു പ്ലീസ് ഫീഡ് ദ ഡോഗ്? വുഡ് യു പ്ലീസ് ക്ലീൻ ദ ഫ്രിഡ്ജ്? അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പഠിച്ച ഒരു 3 വാക്യങ്ങൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ എഴുതുക, ഉപയോഗിച്ചാണ് ഏത് ഭാഷയും നമ്മൾ പഠിക്കുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.